നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. അതായത് ഒരു ഇൻഫ്രാറെഡ് കുക്കർ. സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു ഐറ്റമാണിത്, ഇൻഫ്രാറെഡ് കുക്കർ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡിസ്ക്രിപ്ഷൻ ഞാൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും വീഡിയോ മൊത്തം കണ്ടത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ചാടി കയറി വാങ്ങിക്കാവൂ. ഈ വീഡിയോ മൊത്തമായിട്ട് എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട്. സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി റെക്റ്റാങ്കുലർ ടൈപ്പാണ്. സാധാരണ ഇൻഡക്ഷൻ കുക്കേഴ്സ് എല്ലാം ഒരു സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ എസ്തെറ്റിക്കലി നല്ല ലുക്കൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നല്ലൊരു ഗ്ലാസ് പാനൽ ഓൺ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം പഴയ ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ, പക്ഷേ ഫ്ലെയിമിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കുണ്ട്. കാര്യം ഇത് ബോഡി മൊത്തത്തിൽ മെറ്റലാണ്. പിന്നെ വെയിറ്റ് ഏകദേശം ഒരു 2 കിലോ താഴെ ഉള്ളൂ. പിന്നെ ഇൻഫ്രാറെഡ് കുക്കർ സാധാരണ കുക്കർ പോലെയല്ല, ഒരു ലൈറ്റ് ബീം യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ചുറ്റിനും നോക്കുകയാണെങ്കിൽ ഒരു അലൂമിനിയം ഫ്രെയിമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മേളിലായിട്ട് ഒരു സോളിഡ് സിലിക്കൺ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഹാർഡായിട്ടുള്ള ഗ്ലാസ് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഒരു 15 ആമ്പിൻ്റെ പവർ പ്ലഗ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 6 ആമ്പ് പോലും ഇല്ലാത്തൊരു പവർ പ്ലഗാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് സാധനത്തിന്. പിന്നെ കുറച്ച് ബട്ടൺസൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡക്ഷൻ കുക്കർ ടൈപ്പ് അല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവൽ നോക്കി വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാവൂ. കാര്യം ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ 100% സേഫ് ആണെന്ന് പറയാം. കാര്യം അതിൻ്റെ ഹീറ്റ് വേറൊരു ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ മെറ്റിൽ മാത്രമേ ചൂടാവൂ. പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട്. ഗ്യാസ് ബർണർ പോലെയാണിത്. പിന്നെ ലുക്ക് കണ്ടാൽ മനസ്സിലാവേണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലുമിനിയം ഫ്രെയിമിൽ ഒരു ഹാർഡ് ചെയ്തിട്ടുള്ള സിലിക്കൺ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടൺസും ഒരു ഫിസിക്കൽ ബട്ടൺ മാത്രമേ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീല് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രഷ്ഡ് അലുമിനിയം ഫീല്. ഒരു സൈഡിലായിട്ട് കുറച്ച് വെൻറ്റും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു വിഷ്വൽ ഫീലുണ്ട്. പിന്നെ അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹാൻഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ബട്ടൺ. ഈ ഫിസിക്കൽ ബട്ടൺ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും തിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള ലുക്കും ബട്ടൺസും. മറു സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെൻറ്റുണ്ട്. പിന്നെ മേളിലായിട്ടൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പൊട്ടാൽ പൊള്ളും, എക്സ്ക്ലമേറ്ററി. പിന്നെ അതുപോലെ തന്നെ 6 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 4 പ്രീസെറ്റ് ആയിട്ടുള്ള ടൂൾസാണ്. പിന്നെ മേളിലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫിൻ്റെ ആയിട്ടുള്ളൊരു ടച്ച്. പിന്നെ ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ടുള്ളൊരു അത് ടച്ചല്ല, അത് നമ്മുടെ ബട്ടൺ കറക്കുന്നതിനനുസരിച്ച് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് വൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ റിയർ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതും ഇതുപോലെ അലൂമിനിയം വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിലെ പവർ യൂണിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഒരു സോക്കറ്റ് മതിയാവും. 16 ആമ്പിയറിൻ്റെ സോക്കറ്റൊന്നും വേണ്ട. സാധാരണ 6 ആമ്പിയറിൻ്റെ ഒരു സോക്കറ്റ് മതി. ഞാനത് ഓൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ട് ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇതിലെ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യണം. അപ്പോൾ ഞാനത് ഓൺ ചെയ്തു. അപ്പോൾ ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ ഞെക്കുവാണെങ്കിൽ സാധനം ഓൺ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആവും എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. സാധാരണ ഇൻഡക്ഷൻ കുക്കർ പോലെയല്ല ഇത്. ഓൺ ചെയ്ത് ഫംഗ്ഷൻ ബട്ടണിൽ ഞെക്കുക, അപ്പോൾ തന്നെ ഗ്യാസ് ബർണർ പോലെ ഒരു റെഡ് കളർ ലൈറ്റ് ബീം വന്നിട്ട് നല്ല രീതിക്ക് ചൂടാവും. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഫിസിക്കൽ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതനുസരിച്ച് ഹീറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. ശരിക്കും അത് ഇരുട്ടത്ത് മാത്രമാണ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. നോർമൽ ലൈറ്റിൽ അത്രയും കാണാൻ പറ്റത്തില്ല. അതാണ് അതിന് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ഹീറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സംഭവം ഞാൻ എന്തായാലും ഇതൊന്ന് ടിയർ ഡൗൺ ചെയ്ത് നോക്കും. കാര്യം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നമുക്കറിയണം. അപ്പോൾ വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കുറഞ്ഞ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 300 ml വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് അത് നമുക്കിവിടെ തിളയ്ക്കാൻ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഏകദേശം 18 സെക്കൻഡായി. 18 സെക്കൻഡ്, 20 സെക്കൻഡ്. വെറും 300-350 ml വെള്ളമേ ഉള്ളൂ. ചൂട് നമുക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങി വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സമയം എത്രയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രം എടുത്താൽ പോലും അതിൻ്റെ ചൂട് ആ ഗ്ലാസ്സിൽ നിലനിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി കൺസേൺ എന്ന് പറയുന്ന കാര്യം. കുഞ്ഞുങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാനും കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം നമ്മൾ തിളച്ചാലും ആ പാത്രം അതിൽ വെച്ചിരുന്നാൽ അതിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ടിയർ ഡൗൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ എന്തുമാത്രം സാധനങ്ങളാണ് അത് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ഇതിൻ്റെ അകത്ത് വിചാരിച്ച പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് അധികം കമ്പണൻസ് ഒന്നുമില്ല. ഒരു ഫാനും കുറച്ച് കൺട്രോൾസും ഒരു ചെറിയ ബോർഡ് പിന്നെ ഒരു ഇൻഫ്രാറെഡ് കോയിൽ, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. സാധാരണ ഇൻഡക്ഷൻ കുക്കർ പോലെ മൈക്രോ പ്രോസസ്സേഴ്സോ മൈക്രോ ബോർഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കോയിൽ. ഇൻഡക്ഷനല്ല, ഇൻഫ്രാറെഡ് കോയിൽ. ഇത് ശരിക്കും ഒരു ബൾബ് പോലെയാണ്. ഇതിലോട്ട് പവർ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും അത് പ്രകാശം ഉണ്ടാക്കുന്നു. അത് ഇൻഫ്രാറെഡാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. സാധാരണ ബൾബ് പോലെ തന്നെയാണ്. പിന്നെ ഇതിന് ഗ്ലാസ് ബൾബല്ല, അല്ലാതെ സാധാരണ ഒരു കോയിലാണ്. അപ്പോൾ ആ കോയിൽ ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന എമിറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ കുക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു ഫാൻ ഉണ്ട്, അത് ഈ ബോർഡ് തണുക്കാനൊക്കെ ആയിട്ടാണ്. പിന്നെ എക്സസ് ആയിട്ടുള്ള ഹീറ്റ് വരുവാണെങ്കിൽ അത് ബോർഡിലോട്ടൊന്നും ബാധിക്കാതെ തിരിച്ച് വെൻറ്റിലേഷൻ വഴി പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഫാൻ. പിന്നെ ഇതിൻ്റെ 3 ഐസൊലേറ്റർ വരുന്നുണ്ട്. ഐസൊലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ഐസൊലേറ്ററാണ്. നമ്മുടെ ആ ഒരു കോയിലിൻ്റെ ഹീറ്റ് ബോഡിയിലോട്ട് വരാതിരിക്കാനും പിന്നെ എന്തെങ്കിലും എർത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഐസൊലേറ്ററാണ്. 3 വരുന്നുണ്ട്. അത് 3 ഭാഗത്തായിട്ട് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലാണ് ഈ കോയിൽ വരുന്നത്. ആ ചെറിയൊരു സസ്പെൻഷൻ പോലെയും വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ശരിക്കും ഇത് സർവീസബിളാണ്. എന്ത് ഡാമേജ് ഉണ്ടായാലും നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ എന്താണ് ഡാമേജ് എന്ന് റെക്ടിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ ഇൻഡക്ഷൻ കുക്കർ പോലെയല്ല. എന്ത് സാധനമാണെങ്കിലും നമുക്ക് റെക്ടിഫൈ ചെയ്ത് ശരിയാക്കാവുന്നേ ഉള്ളൂ. ശരിക്കും അതുകൊണ്ടാണ് ഇത് ഡ്യൂറബിൾ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ കുക്കറിനെ അപേക്ഷിച്ച് ഇത് ഒരുപാട് നാൾ ഡ്യൂറബിളാണ്. ഇത് സാധാരണ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നിന്നും ഇതിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ച് നമ്മളൊരു 300 ml വെള്ളം ചൂടാക്കാൻ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ടോ തിളയ്ക്കുന്നത് ഇതൊരു 5 മിനിറ്റോളം എടുക്കും. എന്നാൽ ഗ്യാസ് ബർണേഴ്സിനെ അപേക്ഷിച്ച് അതിൻ്റെയൊന്നും ഫാസ്റ്റായിട്ട് ഇത് കുക്കിംഗ് നടക്കും. അപ്പോൾ അതൊരു ഡിഫറൻസാണ്. പിന്നെ രണ്ടാമതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് മുതിർന്നവർ യൂസ് ചെയ്യാൻ ഉള്ളതാണ്. കാര്യം നമ്മൾ പാത്രം ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഹീറ്റ് അതിൻ്റെ ബോഡിയിൽ നിലനിൽക്കും. അതിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാതെയൊക്കെ വന്ന് തൊടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമായതുകൊണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം. അതിപ്പോൾ ഗ്യാസ് ബർണർ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചേ പറ്റും. അതുകൊണ്ട് അത് മാറ്റി നിർത്താം. പിന്നെ പവർ കൺസപ്ഷനും ഇതിലിപ്പോൾ ഇത് 2000 വാട്ട്സിൻ്റെതാണ്. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു 2000 വാട്ട്സിന് മേളിലോട്ടുള്ള ഇൻഫ്രാറെഡ് കുക്കേഴ്സ് എടുക്കുക. കാര്യം അതാണെങ്കിൽ മാത്രമേ നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് കുക്ക് ചെയ്യാനും ആഡിക്വേറ്റ് ആയിട്ടിരിക്കും. എന്ത് കുക്ക് ചെയ്യാനും മതിയാവുള്ളൂ. അതിൽ താഴെ ഉള്ള ഒരു 1500 വാട്ട്സിൻ്റെ അതൊക്കെയോ ഇൻഫ്രാറെഡ് കുക്കർ എടുക്കുന്നതിൻ്റെ എന്നല്ല. എപ്പോഴും ഒരു 2000 അല്ലെങ്കിൽ 2500 വാട്ട്സിന് മേളിലോട്ടുള്ളത്. വലിയ ബ്രാൻഡുകളുടെയൊക്കെ ആണെങ്കിൽ ഏകദേശം 5000-6000 രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതേപോലത്തെ ജനറിക് ബ്രാൻഡ് ആയാലും മതി. കാര്യം ഇതിൽ ഇലക്ട്രോണിക് കമ്പണൻസ് വരുന്നില്ല. അതായത് 2000 വാട്ട്സിൻ്റെ ഒരു ബ്രാൻഡഡ് സാധനം എടുക്കുന്നതും 2000 വാട്ട്സിൻ്റെ ജനറിക് ആയിട്ടുള്ള എടുക്കുന്നതും ഏകദേശം ഒരേ പെർഫോമൻസ് തന്നെ കിട്ടും. പിന്നെ വില വരുന്നത് ഇത് ഏകദേശം എനിക്ക് 2200 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത്. ഓഫേഴ്സും പിന്നെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ചേർത്ത് എനിക്ക് 2200ഓളം ആയുള്ളൂ.
അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വായിക്കാൻ ആവശ്യമുള്ളവർക്ക് അത് വായിക്കുകയാണെങ്കിൽ വേറെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം. ഞാൻ ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല. ഇത് ഇതുപോലെ കുക്കേഴ്സ് വാങ്ങിക്കുക, ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഇൻഫ്രാറെഡ് കുക്കറാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ വെറൈറ്റി കുക്കർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതിൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഓൺ ചെയ്താൽ മതി. അധികം വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരുടെ അടുത്തും ബൈ.